desiccated coke. All these products are eligible for subsidy, claiming subsidy under the scheme, technology machine. Yeah, these are some of the components. See, adoption, that is the main component where we give subsidy. 25% for SC, ST women, we give around 33.3% of the project cost. But for the normal people, we give around 25% of the project cost, subject to maximum of 50 lakhs. Market promotion also, we have a scheme wherein we give around roughly 15 lakhs for the private institutions, up to 50% of the cost. Some of this Flipkart as well as the other available channels. Amazon also, you see, virgin coconut oil is available online marketing. So online marketing has become more cheaper than advertising in the media. Of course, advertising in media and all requires huge volumes, and also the market promotion expenses are very high, especially for advertising in Asianet or any other. 63 അല്ലെങ്കിൽ 64 അങ്ങനെ ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കുറവായിരിക്കും. പോർട്ട് സ്ട്രക്ചർ, അതായത് മൈക്രോ പോർട്ട് സ്ട്രക്ചർ, ഈ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി ഈ വെരി മൈന്യൂട്ട്, അതായത് നമ്മൾ സാധാരണ മൈക്രോ പോർട്ട് സ്ട്രക്ചർ ആണത്. മോർ ഇന്റർണൽ സർഫേസ് ഏരിയ, അതായത് കൂടുതൽ നമ്മൾ ഗ്യാസ് അഡ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. നമ്മൾ സ്റ്റീം ആക്ടിവേഷൻ എന്ന് പറയും. അതായത് സ്റ്റീം നമ്മൾ ഇതിൽ ഇഞ്ചെക്ട് ചെയ്യാണ്. കോക്കനട്ട് ഷെൽ ചാർക്കോൾ ഇസ് ആക്ച്വലി റിയാക്ടിംഗ് വിത്ത് സ്റ്റീം ടു പ്രൊഡ്യൂസ് ആക്ടിവേറ്റഡ് കാർബൺ. അപ്പൊ ഷെൽ ചാർക്കോൾ ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ്. വെറും കാർബണൈസേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ കോക്കനട്ട് ഷെൽ ചാർക്കോൾ. അത് ബേസിക്കലി ഫ്യൂലായിട്ട് നമ്മൾ കോക്കനട്ട് ഷെൽ ചാർക്കോൾ വേണമെങ്കിൽ ഒരു ഫ്യൂലായിട്ട് യൂസ് ചെയ്യാം ഡയറക്ട്ലി. മറ്റേ രണ്ടും വ്യത്യാസമുണ്ട്. ചിരട്ടപ്പൊടി ആക്ടിവേറ്റ് ഈ കോക്കനട്ട് ഷെൽ ചാർക്കോളും ഡിഫറൻസ്. ചാർക്കോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി ലോ ആണ്. അതുകൊണ്ടാണ് ഷെൽ പൗഡർ അധികം യൂണിറ്റ്സ് ഇല്ല. ചാർക്കോൾ ആണ് ബേസിക്കലി. ചാർക്കോൾ ഇപ്പൊ ഷോർട്ടേജ് ആണ്. വാസ്തവത്തിൽ ചാർക്കോൾ ഷോർട്ടേജ് ആണ് ഇപ്പൊ. അതെ, ചാർക്കോളിന് നമ്മൾ സാധാരണ കാർബണൈസേഷൻ ടെക്നോളജിയാണ്. കാർബണൈസ്ഡ്, അതിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് വേണമെങ്കിൽ നമ്മൾ മറ്റേ ഈ ചാർക്കോൾ കാർബണൈസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കാർബണൈസർ നമ്മൾ ഈ വേസ്റ്റ് ഗ്യാസ് നമ്മൾ ഇത് ഡൈല്യൂട്ട് ചെയ്ത് കളയണം. ഡിപ്പാർട്ട്മെന്റ് ആണ് ഡ്രസ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. ഡ്രസ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ 30 വർഷം അടുത്ത് സർവീസ് കഴിഞ്ഞതിന് ശേഷം, റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ഇപ്പോ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയുന്നത്. അപ്പോ എക്സ്പോർട്ടിന് സ്കോപ്പുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അത് കണക്കിലെടുക്കുമ്പോൾ വളരെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ആയുർവേദ മരുന്നുകളുടെയും അതിന്റെ തന്നെ ഉപ ഉൽപ്പന്നങ്ങളായ ഹെർബൽ കോസ്മെറ്റിക്സ്. ഇതിനെല്ലാം വിദേശ രാജ്യങ്ങളിൽ നല്ല ഡിമാൻഡാണ്. പക്ഷെ കേരളത്തിലെ ഉൽപാദനം വളരെ കുറവാണ്. അതുപോലെ എക്സ്പോർട്ടും അലോപ്പതി മരുന്നുകളെ പോലെ തന്നെ അലോപ്പതി മരുന്നുകൾക്കും നമുക്ക് ഡിമാൻഡ് ഭയങ്കരമാണ്. കേരളത്തിലേണ്ട 9,000 crores ആണ് നമുക്കൊരു ആനുവൽ അലോപ്പതി മരുന്നിന്റെ വിപണനം നടക്കുന്നത്. പക്ഷെ ഇവിടെ മാനുഫാക്ചറിങ് 100 കോടി താഴെ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. അതുപോലെ യുദ്ധങ്ങൾ അതെല്ലാം ക്ലാസിക്കൽ ഡ്രഗ്സ് ആയിട്ടാണ് പറയുന്നത്. കാര്യം ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ആയുർവേദത്തിന്റെ കുറെ ഓതന്റിക് ബുക്സ് ഉണ്ട്, സഹസ്രയോഗം, അഷ്ടാംഗ ഹൃദയം എന്നെല്ലാം പറഞ്ഞിട്ട്. അതുപോലെ തന്നെ 54ഓളം ബുക്കുകളുടെ ആണ് ഇതിനെ ഈ ബേസ് ചെയ്തിട്ടാണ് ആയുർവേദത്തിന്റെ ഒരു പ്രിപ്പറേഷൻ പറയുന്നത്. അതിനകത്ത് എല്ലാം പറയുന്നത് ഏത് ഭാഗമാണ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ലീഫിന് പകരം റൂട്ടിലേക്ക് പോയാൽ വ്യത്യാസം വരും, ഡ്രഗിന്റെ കണ്ടന്റ് വ്യത്യാസം വരും. ദെൻ മാനുഫാക്ചറിങ് ഏരിയ, ടെസ്റ്റിംഗ് ഏരിയ, ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോർ, ദെൻ ടെക്നിക്കൽ സ്റ്റാഫ് റൂം, റെക്കോർഡ്സ് റൂം, ഇങ്ങനെ കുറെ റൂംസ് എല്ലാം നമ്മൾ നിയമപരമായിട്ട് അതെല്ലാം പ്ലാൻ കൊടുക്കണം. റൂമിന്റെ പ്രീ അപ്രൂവലിന് ശേഷമേ ലൈസൻസ് കിട്ടുള്ളൂ. ദെൻ SSI യൂണിറ്റിന്, ഇപ്പം SSI ആണ് നിങ്ങൾ തുടങ്ങുന്നെങ്കിൽ അതിന് പറ്റുന്ന നമുക്ക് സെലക്ട് ചെയ്യുന്ന ഓരോ ഗ്രൂപ്പ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. മിനിമം പൗഡർ, ഓറൽ പൗഡറും എക്സ്റ്റേണൽ പൗഡറും ആണെങ്കിൽ സെപ്പറേറ്റ് റൂംസ് ഏരിയ വേണം. അതിൽ ഏതാന്ന് വെച്ചാൽ ഇപ്പൊ ടൂത്ത് പൗഡർ യൂണിറ്റിന് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഹെർബൽ ഫേസ് പൗഡർ, നല്ല രീതിയിൽ ഫേസ് പാക്ക് നന്നായിട്ട് പോകുന്നതാണ്. ഇപ്പൊ പല കമ്പനിയുടെയും ഫേസ് പാക്ക് കൂടുതൽ വിറ്റ് പോകുന്നുണ്ട്. പിന്നെ ഹെർബൽ ഡ്രിങ്ക്സ് ആയിട്ട് കുറെ ആയുർവേദിക് ഡ്രിങ്ക്സ് പോകുന്നുണ്ട്. എങ്ങനെയാ സെയിൽസ് ഏജൻസിക്ക് ലൈസൻസ്. നമുക്ക് കച്ചവടം നടത്താനോ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കാനോ ആവശ്യമുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, ധനസഹായം ബാങ്കിൽ നിന്ന് കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നുള്ളത് ടേം ലോൺ ആണ്. എന്തിനാ ടേം ലോൺ? 3 കൊല്ലത്തിൽ കൂടുതൽ വരുന്ന വായ്പകളാണ്. പുതിയ ഒരു വ്യവസായം തുടങ്ങാൻ പ്രൊഹിബിറ്റഡ് ആണ്. ഏതൊക്കെ ലൈസൻസ് വേണം, അതെല്ലാ ഷെഡ്യൂൾസും ഈ ഫോറിൻ ട്രേഡ് പോളിസി തന്നിട്ടുണ്ട്.
സോ ട്രേഡ് കൺട്രോൾ പാർട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ഒരു ഭാഗം, എക്സ്ചേഞ്ച് കൺട്രോൾ പാർട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ഒരു ഭാഗം. ഇതിൽ ഈ ട്രേഡ് കൺട്രോൾ പാർട്ട് ഈസ് മോണിറ്റർഡ് ആൻഡ് കൺട്രോൾഡ് ബൈ നൺ അതർ ദാൻ DGFT. ട്രേഡ് കൺട്രോൾ പാർട്ട് ഫോറിൻ ട്രേഡ് പോളിസി 2015 which expires on 31st March 2020 next year. That's the main question which I expected. എല്ലാവർക്കും ഉള്ളൊരു അപ്രീൻഷൻ ആണ്. വായ്പ എടുക്കാൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ വീട് കൊടുത്താൽ മാത്രം മതിയാവില്ല, പിന്നെ ബന്ധുക്കാരുടെ വീടും കൂടെ ചോദിക്കുന്ന ധാരണയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പബ്ലിക് മണിയാണ്, ശരിയല്ലേ? ഞാനൊരു ബാങ്കിൽ വർഷങ്ങളായിട്ട് മാനേജറും പല പോസ്റ്റിലിരുന്ന ആളാണ്. പബ്ലിക് മണിയാണ്. അതായത് നമ്മുടെ ബാങ്കിൽ ആരെന്താ ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു പബ്ലിക്കിൽ നിന്ന്. മീൻസ് വി ആർ ഹോൾഡിംഗ് പബ്ലിക് മണി. ഡ്രഗ്സ് ആൻഡ് സൈക്കോട്ടിക് സബ്സ്റ്റൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് ടെക്നിക്കൽ ഓഫീസർ ഓൺ ഡ്രഗ്സിന്റെ ക്ലിയറൻസ് ഉണ്ടായി നോക്കുന്നത്. അതിന്റെ ബേസിൽ ഫുഡ് ഐറ്റംസ്, പഴം, പച്ചക്കറികൾ, ഇത് പല കൺട്രീസിലേക്കും എക്സ്പോർട്ട് പോകുന്നതിന് നിയമതടസ്സമില്ലെങ്കിലും പല കൺട്രീസിലേക്കും എക്സ്പോർട്ട് പോകുന്നതിനകത്ത് ചില റിക്വയർമെന്റ്സ് ഉണ്ട്. ഇപ്പം യൂറോപ്പിലേക്ക് പോകുന്ന പച്ചക്കറി ആണെങ്കിൽ അതിനകത്ത് പ്ലാൻ ക്വാറന്റൈൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ക്വാളിറ്റി LED പ്രൊഡക്റ്റ്, LED ലൈറ്റുകൾ, കേരളത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മിക്ക ലൈറ്റുകളും ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ലൈറ്റുകൾ കൊണ്ടുവരാൻ ഒരു വർഷത്തോളമായിട്ട് ഒരു നിയമം വന്നിട്ടുണ്ട്. ഈ ലൈറ്റുകൾ LED ലൈറ്റുകൾ കൊണ്ടുവരണമെങ്കിൽ BIS സർട്ടിഫൈഡ് ക്വാളിറ്റി കൺട്രോൾ ഉള്ള സാധനം മാത്രമേ പെർമിസിബിലിറ്റി ഉള്ളൂ. വിതൗട്ട് എക്സാമിനേഷൻ നടത്തുന്നു. 80% ഇമ്പോർട്ട്സും അതേപോലെ തന്നെ ഡോക്യുമെന്റ് ബേസ്ഡ് അസസ്മെന്റ് മാത്രമാണ് പോകുന്നത്. നിങ്ങൾ ഡോക്യുമെന്റ് എന്താണോ തരുന്നത് ആ ഡോക്യുമെന്റ് മേലിൽ തന്നെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ പറയുന്ന റേറ്റിൽ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് ക്ലിയർ ചെയ്ത് സ്വന്തമായിട്ട് അടച്ച് ക്ലിയറൻസ് നടത്തുകയും ചെയ്യും. ഇതിനിപ്പോൾ പ്രസന്റ്ലി ഇപ്പോഴത്തെ കസ്റ്റംസിന്റെ ഇന്നത്തെ വ്യവസ്ഥയനുസരിച്ചുള്ള നിയമങ്ങൾ. ഇന്നത്തെ അതുകൂടാതെ കസ്റ്റംസിനെ സംബന്ധിച്ചോളം ഇത് എക്സ്പോർട്ട് ഇമ്പോർട്ടിനകത്ത് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് ഇപ്പൊ പുതിയ കുറെ സ്കീംസ് വന്നിട്ടുണ്ട്. ഇപ്പം ഓതറൈസ്ഡ് എക്സ്പോർട്ട് ഓതറേറ്റേഴ്സ് AEO സ്കീം എന്ന് പറഞ്ഞു. ഇതുപോലത്തെ സ്കീമുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടേഴ്സിന് ഫുൾ സർട്ടിഫിക്കേഷൻ. ഇപ്പം കുറച്ച് നിങ്ങൾ പാർട്ടാണ് നിങ്ങളുടെ അക്സെപ്റ്റൻസ് എടുക്കുന്നത്. അത് കൂടാതെ സ്കീം അനുസരിച്ചിട്ട് കുറച്ചുകൂടി വലിയ എക്സ്പോർട്ടേഴ്സ് കുറച്ചുകൂടി കൂടുതൽ രീതിയിൽ 25 ഡോക്യുമെന്റ്സിൽ കൂടുതൽ നിങ്ങളുടെ ഇൻസെന്റീവ്സ് ഒന്നും തെറ്റ് കൂടാതെ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 1 crore 2 crores കൂടുതൽ നിങ്ങൾ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഉണ്ടെങ്കിൽ പുതിയ സ്കീമാണ്. അതിനനുസരിച്ചിട്ട് ഈ ഇമ്പോർട്ടിന് സെൽഫ് സർട്ടിഫിക്കേഷൻ ബേസിസ് എൻറ്റയർ പ്രോസസ് എൻറ്റയർ ചെയിൻ അക്രോസ് ദി വേൾഡ്. ആസിയാൻ കൺട്രീസിനകത്ത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് ആസിയാൻ, മലേഷ്യ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, തായ്ലാന്റ് എന്നിവ കൺട്രീസിൽ പല ഐറ്റത്തിനകത്തും ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വർഷത്തിന്റെ ഉള്ളില് ഈ രാജ്യങ്ങളിലെ കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, മലേഷ്യ, തായ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങള് വളരെ ലോ ഡെവലപ്പിംഗ് കൺട്രി, അതായത് അൺഡെവലപ്ഡ് എക്കോണമിന്ന് ലോ ഇൻകം കൺട്രിയിൽ നിന്ന് ഒരു ഹൈ ഇൻകം കൺട്രി ആയിട്ട് മാറി. അത് ചിലപ്പോൾ നമ്മുടെ ഒരു തലമുറ മുമ്പുള്ളവർക്ക് വരെ ചിലപ്പോൾ അറിയാമായിരിക്കും. നമുക്കിപ്പോ അത് വിചാരിച്ചാൽ ചിലപ്പോ ആലോചിക്കാൻ മനസ്സിലാവുണ്ടാവില്ല. സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട ഒരു ടൗൺ ആയിരുന്നു ഒരു 50 കൊല്ലം മുമ്പേ. ഒരാർക്കും അവിടെ പോകാനും. അതേപോലെ തന്നെയായിരുന്നു കൊറിയ, ഇന്ത്യനെക്കാട്ടിലും ദരിദ്ര രാജ്യമായിരുന്നു. ഇവരെങ്ങനെ ഈ ലോ ഇൻകം കൺട്രിയിൽ നിന്ന് ഹൈ ഇൻകം കൺട്രിയിലേക്ക് എത്തി എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അവര് സ്വീകരിച്ച ഒരു വ്യവസായ അല്ലെങ്കിൽ അവര് സ്വീകരിച്ച സാമ്പത്തിക നയം എന്തായിരുന്നു എന്ന് പോലീസും ഒന്നുമില്ല. അപ്പൊ ഈ ഇന്റർനാഷണൽ ബിസിനസിന്റെ വൺ ഓഫ് ദ റിസ്ക് ആണിത്. പേയ്മെന്റ് റിസ്ക് എന്ന് പറയും. നിങ്ങൾ പണം കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടാതിരിക്കുകയോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറെ സംവിധാനങ്ങൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. എക്സിം ബാങ്കിന്റെ ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടിയതിന് ശേഷമേ നിങ്ങൾ പണം കൊടുക്കൂ എന്നൊക്കെ തീരുമാനിക്കാം. അങ്ങനെ പലതരത്തിലുള്ള രീതികളുണ്ട്. പക്ഷെ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് കേസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പേയ്മെന്റ് വളരെ
പല പേയ്മെന്റ് ഇഷ്യൂസും വേറെ തരത്തിലും ഉണ്ടായിരിക്കും. അപ്പൊ DGFT തലത്തില് നമുക്ക് ഈ ഫോറിൻ ബയേഴ്സിനോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്പോർട്ടേഴ്സിനോ ഒരു വിശ്വാസം നമ്മുടെ ഇന്ത്യയിലുള്ള എക്സ്പോർട്ടേഴ്സിന്റെയും ഇമ്പോർട്ടേഴ്സിന്റെയും ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് DGFTയില് നമ്മളൊരു സംവിധാനം കണ്ടുവച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ ഏതെങ്കിലും ഫോറിൻ ബയ്യറോ ഫോറിൻ സെല്ലറോ ഒരു ഇന്ത്യൻ ബയ്യറോ ഒരു ഇന്ത്യൻ സെല്ലറിനോ വഴി ചതിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫോറിൻ ബയ്യർക്കോ ഫോറിൻ സെല്ലർക്കോ DGFTയുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുടെ പരാതി ബോധിപ്പിക്കാം. DGFT പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ ആ പർട്ടിക്കുലർ രാജ്യത്തും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ എംബസി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കൺട്രി, ഇന്ത്യൻ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഇന്ത്യൻ എംബസിക്ക് അവരുടേതായിട്ടുള്ള കൊമേഴ്സ്യൽ അറ്റാച്ചിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ ഇത്തരം പ്രശ്നങ്ങളിൽ അവരവിടുത്തെ കറസ്പോണ്ടിങ് ഓർഗനൈസേഷനായിട്ട് സംസാരിച്ചതിന് ശേഷം അവരൊരു സെറ്റിൽമെന്റ് എത്തും. വില്ലിംഗ്ടൺ ഐലൻഡ്, പിന്നെ സെഫ്സ് കാക്കനാട് സെഫ്സിൽ കയറ്റുമതി മേഖലയിൽ ഓഫീസുണ്ട്. ഇന്റർനാഷണൽ എയർപോർട്ട് നെടുമ്പാശ്ശേരിയിലുണ്ട്. പിന്നെ കൊല്ലത്തുണ്ട്, കാഷ്യൂ മേഖലയുള്ള കൊല്ലം. പിന്നെ തൂത്തുക്കുടിയുണ്ട്. അങ്ങനെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നു ഈ കാര്യങ്ങൾ. ഞാൻ പെട്ടെന്ന് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. വർഷങ്ങൾ മുമ്പ് നമ്മുടെ ഈ കച്ചവടമെല്ലാം വെറും ലോക്കൽ മാർക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു. അതിനുശേഷം അഡ്വാൻസ്മെന്റ് ഇൻ ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് ഫോർ ടേക്കിംഗ് an IEC, current account is a must. You can open a current account with a nationalized bank or a scheduled bank. ഒത്തിരി എക്സ്പോർട്ട് പോകുന്ന ഒരു സാധനമാണ് റബ്ബർ മാറ്റ്സ്, ചവിട്ടിയില്ലേ, സ്റ്റേബിൾ മാറ്റ്സ്, ഈ കുതിരയുടെ ആല് ഇതിലൊക്കെ ഇടുന്ന ടേബിൾ മാറ്റ്സ്. ഇങ്ങനെ സപ്പോസ് ഒരു കണ്ടെയ്നറിൽ 10 ലക്ഷം രൂപയുടെ സാധനം പോകുവാന്നിരിക്കട്ടെ. ആ 10 ലക്ഷം രൂപയുടെ സാധനം പോണേന് നമുക്ക് അങ്ങോട്ട് ഈ സാധനം കയറ്റി വിട്ടാൽ നമുക്ക് പേയ്മെന്റിന്റെ ഉറപ്പ് വേണമല്ലോ. അപ്പൊ ബയറെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പേയ്മെന്റ് ഉറപ്പിന് വേണ്ടി LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എഴുതിക്കും. എക്സ്പോർട്ട് ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, പിന്നെ കോപ്പി ഓഫ് LC, പ്രൊഫോമ ഇൻവോയ്സ് ഓർ കോൺട്രാക്ട്. കേരള ഗവൺമെന്റ് ഉണ്ടെന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം CFSലാണ്. നമുക്ക് നടത്തിയാലും ഇറ്റ് ഈസ് കസ്റ്റംസ് ബോണ്ടഡ്. കസ്റ്റംസ് ഓഫീസർമാർ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ശമ്പളം കൊടുക്കുന്നത് നമ്മൾ നടത്തുന്ന ആൾ കൊടുക്കണം. ഗവൺമെന്റ് സാലറി തന്നെ. നമ്മൾ അതാണ് കണ്ടെയ്നർ. ഈ കണ്ടെയ്നർ സ്റ്റേഷനിൽ നിങ്ങൾക്ക് കാർഗോ നേരിട്ട് ലോറിക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവിടെ നമ്മൾ കണ്ടെയ്നർ ഏത് രാജ്യത്തേക്കുള്ള പിന്നെ ബുക്ക് ചെയ്യണം. നമ്മൾ കണ്ടെയ്നർ ഇപ്പൊ ദുബായ്ക്കാണെങ്കിൽ ഒരു 20 ഫീറ്റ് രണ്ട് ടൈപ്പ് കണ്ടെയ്നർ ഉള്ളത്. അത് ഇരിക്കും. 20 ഫീറ്റ് കണ്ടെയ്നർ, 20 അടി നീളമുള്ള കണ്ടെയ്നർ, പിന്നെ 40 ഫീറ്റ് കണ്ടെയ്നേഴ്സ്. നോർമലി എവർഗ്രീൻ നിങ്ങൾ ഈ കണ്ടെയ്നർ പോകുന്ന വായിച്ചാൽ ഇങ്ങനെയുള്ള പേരുകളുണ്ടല്ലോ, അത് എല്ലാം വിദേശ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. അപ്പൊ വി ആർ ഗിവിംഗ് ബുക്കിംഗ് ആസ് എൻ എക്സ്പോർട്ടർ. വി ആർ ഗിവിംഗ് ബുക്കിംഗ് ടു ദിസ് എനി വൺ ഓഫ് ദീസ് ഷിപ്പിംഗ് ലൈൻസ്. എല്ലാവർക്കും എല്ലായിടത്തേക്കും സർവീസ് ഇല്ല. എല്ലാ ബസ്സും എല്ലായിടത്തും പോയല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഈ ദുബായ്ക്ക് സർവീസ് ഉള്ളത്, സിംഗപ്പൂർ സർവീസ് ഉള്ളവരുണ്ട്, യൂറോപ്യൻ കൺട്രി സർവീസ് ഉണ്ട്, ആഫ്രിക്കയുണ്ട്, അമേരിക്കയുണ്ട്, കാനഡ. ഇങ്ങനെ ഓരോരുത്തർക്ക് സർവീസും പിന്നെ പലരുടെ റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുക. നിങ്ങളൊരു എക്സ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം എങ്ങോട്ടെല്ലാം ആർക്കെല്ലാം സർവീസ് ഉള്ളത്. ആൻഡ് യു ക്യാൻ ഓൾസോ ടേക്ക് പ്രൈസ് ഫ്രം ദ ലൈൻസ് ഡയറക്ട്ലി. നമ്മൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾക്കും കൂടെ ചെക്ക് ചെയ്യുക, ഇത് ചെയ്യുക. അപ്പൊ ഏറ്റവും നല്ല സർവീസും ഏറ്റവും നല്ല റേറ്റും നോക്കി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഈ ഫിറ്റ് ഈസ് CIF എക്സ്വർക്ക് അല്ല, ഈ ഫിറ്റ് CIF ആൻഡ് C&F. CIFന് C&Fന് മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് FOB, ഫ്ലൈറ്റ് ഈസ് ബുക്ക്ഡ് ബൈ ദ ബയർ. അല്ലേ, മനസ്സിലായില്ലേ? അത് 80% ഓഫ് ദ കാർഗോ സ്റ്റഫിംഗ് ഈസ് ഡൺ ഫ്രം ദ പാർട്ടീസ് പ്രിമിസസ്. അത് നോട്ട് ചെയ്തു. സെൽഫ് സ്റ്റഫിംഗ് തന്നെ പറഞ്ഞത്. സെൽഫ് സീലിംഗ് ആൻഡ് സെൽഫ് സ്റ്റഫിംഗ്. സെൽഫ് സ്റ്റഫിംഗ് ആൻഡ് സെൽഫ് സീലിംഗ്. CBECയുടെ സൈറ്റിൽ കയറിയാൽ ഇന്ന സാധനം അടിച്ചു നോക്കിയാൽ നമുക്ക് കയറ്റുമതി ചെയ്യാവുന്നതും പ്രൊഹിബിറ്റഡും റെസ്ട്രിക്റ്റഡും ഒക്കെ കാണും.
ഇല്ലെങ്കിൽ ഐസ് ഗേറ്റ് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്, അതിൽ നോക്കിയാൽ അറിയാം. ഈ 2 സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ ഇത് കയറ്റുമതി ചെയ്യാമോ ഇറക്കുമതി ചെയ്യാമോ എന്നൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കാം കേട്ടോ. CBECയുടെ സൈറ്റ് ഇല്ലെങ്കിൽ ഐസ് ഗേറ്റ് ICE